നമസ്കാരം. മുൻ സുപ്രീം കോടതി ജഡ്ജി ബി സുദർശൻ റെഡ്ഡി ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. ജനാധിപത്യവും ഭരണഘടനയും ഭീഷണിയിലാകുമ്പോൾ പ്രതിപക്ഷം യോജിച്ച പോരാട്ടം നടത്തുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട 65 ലക്ഷം പേരുടെ പട്ടിക ബ്ലോക്ക് പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തി. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകൾക്ക് ആധാർ സമർപ്പിച്ച് അത് ചലഞ്ച് ചെയ്യാമെന്ന് വ്യക്തമാക്കുന്ന വിജ്ഞാപനം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പുറപ്പെടുവിച്ചു. പ്രതിപക്ഷത്തിന്റെ നിയമപരവും രാഷ്ട്രീയവുമായ പോരാട്ടത്തിന്റെ വിജയമാണിത്. പോരാട്ടത്തിന് ഒരുങ്ങിയോ ഇന്ത്യ എന്നാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ എ റഹീം എം പി, CPM അഡ്വക്കേറ്റ് അനിൽ ബോസ്, കോൺഗ്രസ് ശ്രീ പി ശ്യാംരാജ്, BJP ഡോക്ടർ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ എ റഹീം, ഇന്ന് വന്നിട്ടുള്ള വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ കാര്യം, ബീഹാറിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിനോദ് സിംഗ് ഗുജിയൽ ഒരു വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു. ആധാർ കാർഡ് ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾക്ക് അവരുടെ പുറത്താകലിനെ ചലഞ്ച് ചെയ്യാം എന്ന കാര്യം വ്യക്തമാക്കുന്ന വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു. സുപ്രീം കോടതി അത് വളരെ കൃത്യമായി നിർദ്ദേശിച്ചിരുന്നു. ആ സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾക്ക് നീതി ലഭ്യമാക്കി തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഒരു പോരാട്ടത്തിന്റെ വിജയമായി കാണുന്നോ അതോ പോരാട്ടത്തിന്റെ തുടക്കമായി കാണുന്നോ? പോരാട്ടത്തിൻ്റെ ഒരു ഘട്ടമാണത്, വലിയ വിജയമാണ്. തീർച്ചയായും അത് പോരാട്ടം അവസാനിക്കുന്ന സൂചനയല്ല നൽകുന്നത്. പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഊർജമാണ് ഇന്നത്തെ ഈ നീതിയുടെ വിജയത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഇത് പൊരുതി നേടിയതാണ്. ഞാൻ ചോദിക്കുന്നത്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇൻ്റർവെൻഷൻ്റെ ഭാഗമായി ഇന്ന് ബീഹാറിൽ സംഭവിച്ച 65 ലക്ഷം പേർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് സ്വമേധയാ ചെയ്യേണ്ടിയിരുന്നത് ആരാണ്? ഇത് സ്വമേധയാ ചെയ്യേണ്ടിയിരുന്നത്, ഇത്തരമൊരു സാഹചര്യം ഒരുക്കാതിരിക്കേണ്ടിയിരുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഇരിക്കുമ്പോഴാണ്, പകരമായി അതൊരു പരിവാർ സംഘടനയായി തരം താഴുമ്പോഴാണ്, സംഘപരിവാർ ഓർഗനൈസേഷനായി തരം താഴുമ്പോഴാണ് ഞങ്ങൾക്ക് നിയമയുദ്ധത്തിൻ്റെ വഴി തേടേണ്ടി വരുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വരുന്നത്. തെരുവിലും പാർലമെൻറ്റിനുള്ളിലും ശക്തമായ പ്രതിഷേധമായി ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് മാറേണ്ടി വരുന്നത്. ഇവിടെ കൂടുതൽ ഊർജം നൽകുന്നു എന്ന് പറയുമ്പോൾ തന്നെ പോരാട്ടം തുടരുകയാണ്. അത് SIR, ബീഹാറിൽ ആരംഭിച്ച SIR മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും ഇപ്പോൾ വ്യാപിപ്പിക്കുകയാണ്. SIR സംബന്ധിച്ചുള്ള ആശങ്കകൾ ഓരോ ദിവസവും കനത്ത് വരികയാണ്. ഒരു കാര്യം ഉറപ്പാണ്, SIR എന്നത് ഒരു പൗരത്വവുമായി കൂടി ബന്ധപ്പെട്ട് വരുന്നു. മാത്രമല്ല വളരെ വളരെ ഇൻവിസിബിളായി, വളരെ പ്രച്ഛന്നമായി ജനങ്ങളെ, അവർക്കിഷ്ടമില്ലാത്തൊരു വലിയ വിഭാഗം ജനങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുകയാണ്, ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ഈ എലിമിനേഷൻ പ്രോസസ്സ് ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിലൊന്നായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ ഉപയോഗപ്പെടുത്തി ചെയ്യുക എന്ന് പറയുന്നത് അത്യന്തം ലജ്ജാകരമായ കാര്യമാണ്. രാജ്യം ഒരു നവഫാസിസ്റ്റ് പ്രവണതകൾ വളരെ കൃത്യമായി പ്രകടിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമായി ഇതിനെ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രാജ്യത്തിനുള്ള ഒരു വേക്കപ്പ് കോളാണ്. ഇത് ബീഹാറിൽ സംഭവിക്കുന്നത്, സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്, ഈ സന്ദർഭങ്ങളെല്ലാം രാജ്യം ഉണരാൻ, രാജ്യം വളരെ കൃത്യമായി സുപ്രീം കോടതിയുടെ ഇടപെടൽ വരുന്നതോടുകൂടി രാജ്യത്തിന് കൃത്യമായൊരു സന്ദേശം വരികയാണല്ലോ. കാരണം ഇത് ആത്മവിശ്വാസം വരികയാണ്, കൃത്യമായ ദിശാബോധം വരികയാണ്. പ്രതിപക്ഷം ഉയർത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളല്ല എന്നും അതിൽ നിയമത്തിൻ്റെ വശമുണ്ട് എന്നും നിയമസാധുതയുണ്ടെന്നും അത് വളരെ കോൺക്രീറ്റായ കാര്യങ്ങളാണെന്നും ഒരു വേക്കപ്പ് കോളാണ്. അപ്പം ഞാൻ ഇന്നത്തെ ദിവസത്തെ കാണുന്നത് കൂടുതൽ ശക്തമായ പോരാട്ടത്തിന്, പ്രതിപക്ഷ കക്ഷികളെ ആകെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടം മാത്രമല്ല, അതിലുപരി രാജ്യത്തിൻ്റെ ജനാധിപത്യ വിശ്വാസികൾക്കാകെയുള്ളൊരു വേക്കപ്പ് കോളായിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസത്തെ കാണുന്നത്, ഈ നടപടിയെ കാണുന്നത്. അപ്പോൾ കൂടുതൽ ജാഗ്രതയോടുകൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായി നിലയുറപ്പിക്കണം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ നോക്കൂ, സുപ്രീം കോടതിയുടെ പ്രസക്തമായ ഇത്തരമൊരു ഇടപെടൽ വന്നതിനു ശേഷവും ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒട്ടേറെ ആശങ്കകളുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ മറുപടി നൽകുന്നു എന്ന നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനം ഈ സന്ദർഭത്തിൽ പരിശോധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തല്ലേണ്ട ബാവ ഞാൻ നന്നാവില്ല എന്ന നിലയിൽ പരിപൂർണമായ വിധേയത്വത്തിലോ ദാസ്യത്വത്തിലോ കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് ഞാൻ പറയുന്നില്ല, സർക്കാരിനും അപ്പുറത്ത്, അതൊക്കെ സർക്കാരിൻ്റെതെന്ന് പറഞ്ഞാൽ ലളിതമായി പോകും, സർക്കാരിൻ്റെ കീഴിലെ ഒരു കേവലമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലെ പ്രവർത്തിക്കുന്നു. അതിനൊക്കെ അപ്പുറത്ത് ഒരു സംഘപരിവാർ ഓർഗനൈസേഷനായി
ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നു എന്ന പ്രതീതി, അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയാത്ത വിധമുള്ള വാർത്താ സമ്മേളനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടത്തിയതെന്ന് കൂടി കാണണം. അപ്പോൾ ഇത്രയും ശക്തമായ കളവുകൾ കണ്ടുപിടിക്കുകയും ഇത് ക്രമക്കേടുകൾ കണ്ടുപിടിക്കുകയും അരുതെന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തിട്ട് കൂടി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടക്കുന്ന വഴിയെ തന്നെയാണ് നടന്നു പോകുന്നത്. അത് അങ്ങേയറ്റം ഒരു സംഘപരിവാർ ഓർഗനൈസേഷനായി ഇത് മാറിയിരിക്കുന്നു എന്ന് നമുക്ക് ഒരു ജനാധിപത്യ ഇന്ത്യയിൽ ഉച്ചസ്ഥിരം പറയേണ്ടിയിരിക്കുന്നു. ശക്തമായി ഇതിനെ എതിർക്കുകയാണ്. ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ആണിക്കല്ലാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതിനെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെയും അവസാനത്തെയും ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വം. അതാണ് വിമർശനം. ഇലക്ഷൻ കമ്മീഷൻ ബിജെപിയുടെ ചട്ടുകമായി മാറി എന്നുള്ളത്. ശ്രീ പി ശ്യാംരാജ്, ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഒരു വിജ്ഞാപനത്തിലൂടെ ആധാർ കാർഡ് ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ നിന്നുള്ള ഒമിഷനെ ചലഞ്ച് ചെയ്യാം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് 65 ലക്ഷം ആളുകളുടെ പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. അത് ബ്ലോക്ക് കേന്ദ്രങ്ങളിലും പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും മുനിസിപ്പൽ കേന്ദ്രങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ആളുകളെ അറിയിച്ചിട്ടുണ്ട്. നീതിപൂർവകമായ ഒരു പ്രക്രിയയ്ക്കുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നുള്ളതാണ്. പരൻജോയ് ഗുഹ തകൂർത്ത മുതിർന്ന മാധ്യമപ്രവർത്തകൻ കഴിഞ്ഞ ഞായറാഴ്ച ഇലക്ഷൻ കമ്മീഷണർമാർ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഈ ചോദ്യം ചോദിച്ചു, ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമായിരുന്നില്ലേ, സുപ്രീം കോടതി പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നില്ലല്ലോ എന്ന്. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് തന്നെ നീതിപൂർവകമായിരുന്നില്ല ഈ കാര്യങ്ങൾ എന്നുള്ളതിൻ്റെ വ്യക്തമായ വെളിപാടാണല്ലോ. അഭിലാഷിന്റെ ചോദ്യത്തിലോട്ട് ഞാൻ വരാം. പക്ഷേ ഇന്ന് ഒരുപക്ഷെ കേരളത്തിലെ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വാർത്ത കൂടി ഞാൻ വായിക്കാം. അത് CSDSന്റെ മേധാവിയായിട്ടുള്ള ലോക്നീതി CSDSന്റെ മേധാവിയായിട്ടുള്ള സഞ്ജയ് കുമാറിൻ്റെ ഒരു അപ്പോളജിയാണ്. ഈ രാജ്യത്ത് കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് ഈ ഇന്ത്യ മുന്നണിയും ഈ CPM-ന്റെ കോൺഗ്രസിൻ്റെ ഒക്കെ മുഴുവൻ ആളുകളും ഈ രാജ്യത്ത് വോട്ട് ചോരി എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഇപ്പോൾ യാത്ര തുടങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് CSDSന്റെ റിപ്പോർട്ടാണ്. ഇന്ന് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി, മഹാരാഷ്ട്രയിലെ 2 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് വോട്ട് ചോർച്ചയുണ്ടായി, വോട്ട് കുറഞ്ഞു പോയി എന്നുള്ളത് ഞങ്ങൾക്ക് തെറ്റായിട്ട് റീഡ് ചെയ്തതാണ് ഇന്ന് അദ്ദേഹം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം രാഹുൽ ഗാന്ധിയുടെ ബംഗളൂരുവിലെ ഓഗസ്റ്റ് 7-ാം തീയതിയിലെ പ്രസ് മീറ്റ് അടക്കം തെറ്റാണ് എന്നാണ്. അതെങ്ങനെ ശരിയാവും ശ്രീ ശ്യാം? അല്ല, അതേക്കുറിച്ച് ഒന്നിലധികമോ വാചകം പറയാം. ഇപ്പൊ താങ്കൾ തന്നെ ശരിയായി സൂചിപ്പിച്ചു, ഓഗസ്റ്റ് മാസം 7-ാം തീയതിയാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം എന്ന്. 2 ദിവസം മുമ്പ് 17/8/2025 സഞ്ജയ് കുമാർ ഈ ട്വീറ്റ് ഇട്ടത്. രാഹുൽ ഗാന്ധി ഒരു വലിയ പഠനം നടത്തി ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിലെ മഹാദേവപുര എന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രം ഉണ്ടായിട്ടുള്ള അനോമലീസ് ആണ് ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ മഹാരാഷ്ട്രയിലെ 2 മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും വോട്ട് കമ്പയർ ചെയ്തതിൽ പിശകിപ്പോയി, ഞാൻ അതുകൊണ്ട് ആ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യുന്നു, ആ തെറ്റ് പൊറുക്കണം എന്ന് പറയുന്നതും അതും തമ്മിൽ എന്താ ബന്ധം? രാഹുൽ ഗാന്ധി 7-ാം തീയതി പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വന്തം ഡാറ്റയാണ്. ഇദ്ദേഹം 2 ദിവസം മുമ്പ് പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. അതും ഇതൊക്കെ തമ്മിൽ എന്താ ബന്ധം? എൻ്റെ അഭിലാഷ്, രാഹുൽ ഗാന്ധി 7-ാം തീയതി മാത്രമാണ് ഈ വോട്ടുമായിട്ട് ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തിയത്. രാഹുൽ ഗാന്ധി 7-ാം തീയതി മാത്രമാണ് നിങ്ങളോടും ഈ രാജ്യത്തെ മാധ്യമങ്ങളോടും മൊത്തം ഇക്കാര്യമായിട്ട് ഈ സഞ്ജയ് കുമാർ പറഞ്ഞ കാര്യമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഞാൻ പറയട്ടെ. അല്ല, ഈ സഞ്ജയ് കുമാർ എന്തോ ഡിലീറ്റ് ചെയ്തു, രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെല്ലാം തകർന്നു പോയെന്ന് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ആളുകൾ. വസ്തുതാവിരുദ്ധമാണ്, മണ്ടത്തരമാണ്. അങ്ങനെ അല്ലെന്ന് അഭിലാഷ്, അവിടെ അല്ലെന്ന് ഞാൻ പറയുന്ന ആൾക്കു. 7-ാം തീയതിയിലെ പ്രസ് മീറ്റ് മാത്രമല്ല ഇവിടുത്തെ വിഷയം. 7-ാം തീയതിക്ക് മുമ്പ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഉൾപ്പെടെ രാജ്യത്തിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും എല്ലാവരും തന്നെ 7-ാം തീയതിക്ക് മുമ്പ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞത്? അതിനവർ ആധികാരികമായിട്ടുള്ള രേഖയായിട്ട് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തത്? ഈ പവൻ ഖേര അടക്കമുള്ള ഇവരുടെ നേതാക്കന്മാർ, ഇവരുടെ വക്താക്കളായിട്ടുള്ള ആളുകളടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് ഏതാണ്? ഈ CSDSന്റെ രേഖയാണെന്നേ. അപ്പോൾ അതില്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുക? അത് ഇൻവാലിഡ് ആണെന്ന് നിങ്ങൾ എങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുക? അതായത് 7-ാം തീയതിയിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസ് മീറ്റിന് ആധാരമായതും അതിനു മുമ്പ് മാസങ്ങളായിട്ട് അവർ ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചിരുന്നതിന്റെ മുഴുവൻ അടിസ്ഥാനം എന്ന് പറയുന്ന ഈ CSDSന്റെ രേഖയാണെന്ന്. രാഹുൽ ഗാന്ധി, ഞാൻ ആദ്യം വിശദീകരിച്ചല്ലോ, രാഹുൽ ഗാന്ധി ആധാരമാക്കിയത് എന്താണ്? കോൺഗ്രസിന്റെ സ്റ്റഡിയാണ്. അവർ കൃത്യമായി മഹാദേവപുര എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയെ കുറിച്ച് പഠിച്ച് 1,250,000 വോട്ടർമാർ തെറ്റായ നിലയിൽ ചേർക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞു. എന്താണ് സഞ്ജയ് കുമാറിന്റെ ട്വീറ്റ്? സം ഇൻഫർമേഷൻ ഓൺ മഹാരാഷ്ട്ര ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ട് 2 രാംടെക് എന്നും ദേവാലി എന്നുമുള്ള 2 കോൺസ്റ്റിറ്റ്യുവൻസികളിലെ
രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസികളിലെ ലോക്സഭയിലെയും നിയമസഭയിലെയും കണക്കുകൾ തമ്മിലുള്ള അന്തരം എന്ന് പറഞ്ഞ് ഈ 2 ദിവസം മുമ്പ് ട്വീറ്റ് ചെയ്തു. രാഹുൽ ഗാന്ധി പറഞ്ഞതേ അല്ല ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം സഞ്ജയ് കുമാർ എന്ന ആൾ മഹാരാഷ്ട്രയിലെ 2 മണ്ഡലങ്ങളെ കുറിച്ചുള്ള വിവരം അദ്ദേഹം പറഞ്ഞു. അത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തു, മാപ്പ് ചോദിക്കുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യമേ അല്ല അത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഇൻഫർമേഷൻ ആണ്. അങ്ങനെ ന്യായീകരിക്കില്ല അഭിലാഷേ, ബാലവാടിയിൽ കുട്ടികൾക്ക് മനസ്സിലാവല്ലോ ഈ കാര്യം. രാഹുൽ ഗാന്ധി 7-ാം തീയതി വാർത്താ സമ്മേളനം നടത്തിയത് 10 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം നടത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ ഇതെന്താണ് ടൈം ട്രാവൽ? പറഞ്ഞിട്ടില്ലേ മഹാരാഷ്ട്രയിൽ? ഞാൻ ചോദിക്കട്ടെ മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ലോക്സഭയിലെയും അസംബ്ലിയിലെയും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു, വോട്ടിൽ ക്രമക്കേട് നടന്നു രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല? പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു ആരോപണമില്ല. കോൺഗ്രസ് പാർട്ടി അതിന് മുൻപും ശേഷവും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ആ ആരോപണങ്ങൾ പിൻവലിക്കുന്നത് എങ്ങനെയാ? തെറ്റാണെന്ന് മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് ആർക്കും പ്രതീക്ഷയില്ല. മണ്ഡലങ്ങളുടെ കണക്ക് കമ്പയർ ചെയ്തതിൽ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മഹാരാഷ്ട്രയിലെ എല്ലാ കണക്കുകളും ശരിയാണ് എന്നുള്ളതാണോ? തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചല്ലോ, നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചല്ലോ, മഹാരാഷ്ട്രയിൽ 6 മണിക്ക് ശേഷം അതായത് ഔദ്യോഗികമായ വോട്ടിംഗ് അവസാനിച്ചതിന് ശേഷം വന്നിട്ടുള്ള ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, പ്രകടമായ വർധനവ് അതേക്കുറിച്ചുള്ള ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉത്തരവുണ്ടായിരുന്നോ? അഭിലാഷ് പറയുന്നത് ഒരു ഉപമേധാവിയുടെ ട്വീറ്റ് ഉപയോഗിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്രസക്തമാണ് എന്ന് തെളിയിക്കാൻ പോയ എന്റെ പൊന്നു ശ്യാംരാജ്, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സാമാന്യ വിവരമുള്ള പത്രം വായിക്കുന്ന കുറച്ചൊക്കെ കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാവുന്ന ആളുകളല്ലേ? എനിക്കും ചോദിക്കാനുള്ളത്. മാതൃഭൂമി മാത്രമാണ് ആളുകൾ കാണുന്നത്, മനസ്സിലാക്കില്ലേ? അഭിലാഷിന്റെ വാദം കേവല യുക്തി വേണ്ടേ? ഞാൻ പറയട്ടെ അഭിലാഷേ, ഞാൻ പറയട്ടെ, അഭിലാഷിന്റെ വാദം കേട്ടാൽ മനസ്സിലാക്കുക ഓഗസ്റ്റ് 7-ാം തീയതി മാത്രമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടുത്തെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെ കുറിച്ച് സംസാരിച്ചത്. അല്ല, രാഹുൽ ഗാന്ധി അടക്കം. ഞാൻ പറയട്ടെ നിങ്ങൾ 7-ാം തീയതിയിൽ അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റ് മാത്രം എടുത്തിട്ട് അദ്ദേഹത്തെ ന്യായീകരിക്കില്ലേ? അന്ന് മാത്രമല്ല ഇവരുടെ ആരോപണം തുടങ്ങിയതെന്ന്. ഈ മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ വന്നിട്ടുള്ള ആരോപണങ്ങളും. മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ആധാരമാക്കിയത്, ഇവർ ബേസ് ചെയ്തത്, ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിലെ പ്രധാന രേഖ എന്ന് പറയുന്നത് ഈ CSDS ആയിരുന്നു അഭിലാഷേ. അത് തെറ്റാണെന്ന് ഇന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇന്നലെയൊക്കെയായിട്ട് സോഷ്യൽ മീഡിയയിൽ വരികയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ശ്യാംരാജ്, രാഹുൽ ഗാന്ധി ഓഗസ്റ്റ് 7-ാം തീയതി മാത്രമല്ല അതിന് മുമ്പും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ശ്യാംരാജ് പറയുന്നത് ഞാൻ അംഗീകരിച്ചു. ഒരു സ്ഥലത്തെ അല്ല പല സ്ഥലത്തെ വോട്ടർ പട്ടിക സംബന്ധിച്ച് ആരോപണമുണ്ട്. അതിപ്പോ മഹാരാഷ്ട്രയിലെ മണ്ഡലങ്ങളാവട്ടെ, കർണാടകയിലെ മണ്ഡലങ്ങളാവട്ടെ, എന്തിന് കേരളത്തിലെ തൃശ്ശൂരിനെ സംബന്ധിച്ച് പോലും ആരോപണമുണ്ട്. അതെല്ലാം തെറ്റാണ് എന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? രാഹുൽ ഗാന്ധി 7-ാം തീയതി ഓഗസ്റ്റ് മാസം 7-ാം തീയതി വാർത്താ സമ്മേളനം നടത്തി കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിനോട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യം അത് മൊത്തം 10 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം 17-ാം തീയതി എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് CSDS ഉപാധ്യക്ഷൻ ട്വീറ്റ് ചെയ്തു. രാഹുൽ ഗാന്ധി പറഞ്ഞതുമായി ബന്ധമുള്ള കാര്യമൊന്നുമല്ല. 2 ദിവസം രാഹുൽ ഗാന്ധി എങ്ങനെയാണ് 7-ാം തീയതി വാർത്താ സമ്മേളനം നടത്തിയ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് 17-ാം തീയതി പറഞ്ഞ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തുക? എന്തൊരു കഷ്ടമാണ്. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ടാണ് CSDS ഉപാധ്യക്ഷൻ ട്വീറ്റ് ചെയ്തത്. ആ ട്വീറ്റാണ് അദ്ദേഹം ഡിലീറ്റ് ചെയ്തത്. എന്ത് പറഞ്ഞു? CSDS അധ്യക്ഷൻ പറഞ്ഞത് താങ്കൾക്ക് അറിയില്ലേ? 2 മണ്ഡലങ്ങളിലെ വോട്ട് കമ്പാരിസൺ തെറ്റിപ്പോയിന്ന്. ആ ട്വീറ്റിന്റെ കണ്ടന്റ് എന്താണ് അഭിലാഷേ? അതല്ലേ ഞാൻ പറയുന്നത്. കണ്ടന്റ് എന്താണ്? ഞാൻ വായിക്കാം. അതേ വാദം തന്നെയാണ് രാഹുൽ. വായിക്കൂ എന്താണ് അദ്ദേഹത്തിന്റെ ട്വീറ്റ്? മഹാരാഷ്ട്ര ഇലക്ഷൻ ഞാൻ വായിക്കാം. കോൺസ്റ്റിറ്റ്യുവൻസി നമ്പർ 59 രാംതേക്ക്, നമ്പർ ഓഫ് വോട്ടേഴ്സ് 2024, ലോക്സഭ ഇലക്ഷനിൽ 4,66,203. അത് അസംബ്ലി ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് 2,86,931 കുറഞ്ഞു. അപ്പോൾ 38% അതായത് ഡിക്രീസ്, വലിയ തോതിൽ ഡിക്രീസ് വന്നു. 38% ഡിക്രീസ് ചെയ്തു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആരോപണം. അതുപോലെ തന്നെ ദേവാലിയിലും സമാനമായ സാഹചര്യം ഉണ്ടായി. അവിടെ 36% ഡിക്രീസ് വന്നു എന്നുള്ളതായിരുന്നു. ഈ കാര്യം പിന്നീട് പരിശോധിക്കുമ്പോൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടു എന്നാണ് CSDS സഞ്ജയ് കുമാർ പറഞ്ഞത്. ഇതും രാഹുൽ ഗാന്ധി പറഞ്ഞ വസ്തുതകളും തമ്മിൽ എന്താണ് ബന്ധം? എന്താർത്ഥം?
രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത്? രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണെന്ന് അങ്ങേക്ക് അറിയാലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ അന്തരം ഉണ്ടായിട്ടുണ്ട്, ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്. അത് അടക്കമുള്ള ഇവരുടെ നേതാക്കന്മാർ, മഹാരാഷ്ട്രയെ കുറിച്ച് കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതാക്കളും പറഞ്ഞത് ഇവരുടെ വക്താക്കൾ വോട്ടർ പട്ടികയിൽ കൂടിയ വോട്ടർ പട്ടിക, പ്രത്യേകിച്ച് ഈ ഫോം 6 ഉപയോഗിച്ച് ചേർന്നിട്ടുള്ള വോട്ടർമാരുടെ എണ്ണം, പുതിയ കന്നി വോട്ടർമാരായി ചേർക്കപ്പെട്ട ആളുകളുടെ വയസ്സ് തുടങ്ങി വൈകുന്നേരം 6 മണിക്ക്, അതായത് ഔദ്യോഗികമായി പോളിംഗ് അവസാനിച്ചതിന് ശേഷമുള്ള മണിക്കൂറുകളിൽ പെട്ടെന്നുണ്ടായ വോട്ടിന്റെ വർധനവടക്കം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ. CSDSന്റെ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ 2 മണ്ഡലങ്ങളിലെ അവരുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി, കമ്പാരിസൺ തെറ്റിപ്പോയി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ആരോപണങ്ങളെല്ലാം അപ്രസക്തമാവുകയാണ് എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ശ്യാം, തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മഹാരാഷ്ട്രയുടെ കാര്യം മാധ്യമപ്രവർത്തകർ എണ്ണി ചോദിച്ചപ്പോ മൗനമായിരുന്നു. മറുപടി നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത വിഷയമാണ് ഇന്നും ഈ നിമിഷവും. അത് ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ എന്ത് പറയാനാണ്? അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വിശദീകരിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ എന്താണ്? 3-4%. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തുടക്കത്തിലെത്തുന്ന അഭിപ്രായം എന്താണ്? അവരുടെ പ്രസ്താവന എന്തായിരുന്നു? 3-4% വോട്ടുകൾ കൂടിയിട്ടുണ്ടാവാം, അതിൽ കൂടുതൽ മഹാരാഷ്ട്രയിൽ കൂടിയിട്ടുണ്ടാവില്ല എന്ന് തന്നെയല്ല പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അഭിലാഷേ, രാഹുൽ ഗാന്ധിക്ക്, പ്രതിപക്ഷത്തിന്, മാതൃഭൂമിക്ക്, അഭിലാഷിന് ഈ മുംബൈ ഹൈക്കോടതി വിശ്വാസമില്ലാത്ത എന്താണ്? ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള നിർദ്ദേശം എന്താണ്? വിധി എന്താണ്? ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിലെ വോട്ട് ക്രമക്കേടുണ്ടായി എന്നുള്ള വിഷയമായിട്ട് അവരുടെ നിലപാട് എന്തുകൊണ്ടാണ് കോടതി അത് തള്ളിയത്? സമയം മെനക്കെടുത്തത് പൊക്കോണെന്നാണ്. എന്തുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നവുമില്ല? 45 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് ഡിസ്പ്യൂട്ട് 45 ദിവസത്തിനകം ഹർജി കൊടുക്കണം എന്നുള്ളതാണ്. അവിടെ സമയപരിധി പാലിക്കപ്പെട്ടില്ല. സ്വാഭാവികമായും കോടതി അതിന്റെ മെറിറ്റിലേക്കല്ലല്ലോ പോയത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ പ്രശ്നം മനസ്സിലായല്ലേ? എന്താ ഇപ്പോഴത്തെ പ്രശ്നം? പറഞ്ഞാൽ അംഗീകരിക്കാൻ വയ്യ. നിങ്ങൾക്ക് സുപ്രീം കോടതി അംഗീകരിക്കാൻ വേണ്ടി വയ്യ. ഒരു നുണക്കഥ പറഞ്ഞാൽ അയാളുടെ നുണക്കഥകൾ പൊട്ടിപ്പൊളിഞ്ഞു എന്നും കോടതി പറഞ്ഞത് അംഗീകരിച്ചത് കൊണ്ടാണല്ലോ ബീഹാറിന്റെ ചീഫ് ഇലക്ഷൻ ഓഫീസർ വിനോദ് സിംഗ് ഗുജിയൽ ഇന്ന് പുതിയ വിജ്ഞാപനം ഇറക്കിയത്. സുപ്രീം കോടതി പറഞ്ഞാൽ അംഗീകരിക്കാം. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കേസിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കേസിൽ സമയപരിധി ഉണ്ട്. ഒരു വ്യവഹാരം ഓപ്പൺ ചെയ്യാൻ ആ സമയപരിധി കഴിഞ്ഞു കൊടുക്കുന്ന കേസ് കോടതിക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും. അതാണ് കോടതി പറഞ്ഞത്. ഇവിടെ തന്നെയാണ് പ്രശ്നം അഭിലാഷ്. ഇതാണ് എന്റെ പോയിന്റ് ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ബീഹാറിലേക്കുള്ള സുപ്രീം കോടതി നിർദ്ദേശം അംഗീകരിക്കാം, നിങ്ങൾക്ക് മഹാരാഷ്ട്രയിലേക്കുള്ള പറ്റില്ല. പറ്റും. കോടതി എന്തുകൊണ്ടാണ് ഹർജി നിരാകരിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. 45 ദിവസത്തിനകം കൊടുക്കണമായിരുന്നു. 45 ദിവസത്തിന് ശേഷം വന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി കോടതി എന്ന് പറയുന്നത് എന്താ? നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് നിയമം വ്യാഖ്യാനിക്കേണ്ട സംവിധാനമല്ലേ കോടതി? നിയമം ഉണ്ടാക്കാൻ പറ്റുമോ അഭിലാഷേ? ഒരു ഉത്തരവിനെ പലർക്കും പല രീതിയിൽ വ്യാഖ്യാനിക്കാം. ഉത്തരവിനെ പലർക്കും പല രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടത് കോടതിയാണ്. അപ്പൊ ഈ ഹർജി നിലനിൽക്കാത്തത് ഈ ഗ്രൗണ്ടിലാണ്, സമയപരിധി പാലിച്ചിട്ടില്ല എന്ന ഗ്രൗണ്ടിലാണ് പോകണം എന്ന് പറഞ്ഞില്ലേ? മഹാരാഷ്ട്രയിലെ വിഷയത്തിലെ ഹർജി നിലനിൽക്കാത്തത് സമയബന്ധിതം, അതായത് 45 ദിവസത്തെ സമയപരിധി പാലിച്ചിട്ടില്ല. അവിടെ ആ ഇലക്ഷൻ സംബന്ധിച്ചിട്ടുള്ള അനോമലി ചൂണ്ടിക്കാണിക്കാൻ എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. പാലിക്കാത്തത് ഇവിടെ എന്റെ അഭിലാഷം നിങ്ങൾ ഇങ്ങനെ ഇതിൽ കടിച്ചു നോക്കല്ലേ? ഇപ്പൊ നിങ്ങൾ ഞാൻ പോയിന്റിലോട്ട് വന്നു. നിങ്ങൾക്ക് 45 ദിവസത്തിന് മുമ്പ് എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല? ഇനി നിങ്ങൾ അതിനെ ന്യായീകരിക്കും. അതിനെ നിങ്ങൾ ന്യായീകരിക്കും. അവിടെയാണ് പ്രശ്നം. ന്യായീകരണമല്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ള വസ്തുതകളാണ്. അത് ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാവും. സുപ്രീം കോടതി നിർദ്ദേശത്തെ അംഗീകരിക്കാം. ബീഹാറിലെയും മഹാരാഷ്ട്രയിലെയും എല്ലാ സുപ്രീം കോടതി നിർദ്ദേശത്തെ അംഗീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഏത് ഗ്രൗണ്ടിലാണ് കോടതി ആ ഹർജി തള്ളിയത് എന്നുള്ളതാണ്. കേൾക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാവും. ഏത് വേണമെങ്കിലും ആവട്ടെ, എന്താണ് 45 ദിവസത്തിന് മുമ്പ് പരാതി കൊടുക്കാത്തത്? ശരി. ശ്രീ അനിൽ ബോസ്, ഇവിടെ ഇപ്പൊ നോക്കൂ, ഒരു വലിയ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ പല ഘടകങ്ങളുണ്ടാവും. രാഹുൽ ഗാന്ധി ഇപ്പോഴും വോട്ടധികാർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ. അതിനിടയ്ക്കാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അടക്കം വരുന്നുമുണ്ട്. ബീഹാറിനെ സംബന്ധിച്ച് ഇന്നുണ്ടായിരിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ കാണുന്നു താങ്കൾ? വളരെ കൃത്യമായി അഭിലാഷേ, നമ്മൾ ഒരു ചർച്ച, ഒരു ഡിബേറ്റ് നമ്മുടെ പാർട്ടിക്കാരും പാർട്ടിക്കാരല്ലാത്തവരും രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, UP-യിൽ, പ്രത്യേകിച്ച് വാരണാസിയിൽ അടക്കം, കർണാടകയിലടക്കമുള്ള വിവിധ തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്
വ്യാപകമായ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ എല്ലാ ഘട്ടത്തിലും ആരോപിച്ചിരുന്നു. അഭിലാഷ് ഓർക്കുന്നുണ്ടാവും, തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റിൻ്റെ ഫലം വരുന്നതിന് മുമ്പ് നമ്മളൊന്നിച്ച് ചർച്ചയിലിരുന്നിരുന്നു. അന്ന് ഞാൻ സീറ്റിൻ്റെ എണ്ണമടക്കം പറഞ്ഞ് നമുക്കിന്ന കിട്ടും, 236 സീറ്റ്, 240 സീറ്റ് വരെ ഉറപ്പായിട്ടും ഇന്ത്യ സഖ്യത്തിന് കിട്ടും, ബാക്കി പല സീറ്റുകളിലും നമുക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്, 300-ലേക്ക് എത്തും ഉറപ്പാണ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് തർക്കിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നമ്മൾ ചർച്ചയ്ക്ക് ഇരുന്നിരുന്നു. അന്ന് ആ ചർച്ചയിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, 100ഓളം മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട്. പോളിംഗ് സമയത്ത് വോട്ടിംഗ് നിർത്തിവെച്ചതടക്കം, വോട്ടിങ്ങിൻ്റെ ടൈം കഴിഞ്ഞിട്ടും നീട്ടിക്കൊടുത്തതടക്കം, എൻജിൻ തകരാറിലാക്കിയതടക്കം, റിട്ടേണിംഗ് ഓഫീസർമാരെ കൃത്യമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്ന് ജില്ലാ കളക്ടർമാർക്കടക്കം നിർദ്ദേശം കൊടുത്തുകൊണ്ട് ചണ്ഡീഗഡ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നടത്തിയ മോഡൽ അറിയാമല്ലോ, തോറ്റയാളെ ജയിച്ചതായി പ്രഖ്യാപിക്കുക. അതിനുശേഷം CCTV പരിശോധിച്ചതിന് ശേഷമാണ് ചണ്ഡീഗഡിൽ യഥാർത്ഥ വിജയിയെ കോടതി ഇടപെട്ട് പ്രഖ്യാപിക്കുന്നത് നാം കണ്ടു. ഇത്തരം സംഭവങ്ങൾ രാജ്യവ്യാപകമായി നടക്കുന്നു എന്ന് ഞങ്ങൾ പറയുമ്പോൾ എല്ലാ ചർച്ചകളിലും സംവാദങ്ങളിലും ഇതുപോലെയുള്ള വാശിയേറിയ ചൂടുപിടിച്ച സന്ദർഭങ്ങളിലൊക്കെ തന്നെയും BJP എടുത്തിട്ടുള്ള സമീപനം എന്താ, ഇവർക്ക് തോൽക്കുമ്പോൾ മാത്രമാണോ ആക്ഷേപം എന്നാണ് ചോദിച്ചത്. ഇലക്ട്രോണിക് മിഷനെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ആക്ഷേപമുണ്ട് എന്ന് ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞിരുന്നു. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വലിയ വിജയമൊന്നും ഉണ്ടായില്ല. പക്ഷേ അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ 8 സീറ്റിൻ്റെ അന്തരത്തിൽ ഗുജറാത്തിലെ ഭരണം നഷ്ടമായപ്പോൾ വളരെ കൃത്യമായി ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി. ഇലക്ട്രോണിക് മിഷൻ്റെ തിരിമറികളുമായി ബന്ധപ്പെട്ടും വോട്ടിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചു. ആ കേസ് ഇതുവരെ തീർപ്പായിട്ടില്ല അഭിലാഷ്. ഞാൻ ഇതിനു മുമ്പ് ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള മാറ്ററാണ്, വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ആവർത്തിക്കുന്നത്. നമുക്കറിയാമല്ലോ, അഹമ്മദ് പട്ടേൽ എന്ന് പറഞ്ഞ മരിച്ചുപോയ ഞങ്ങളുടെ നേതാവ്, മരണപ്പെട്ട ഞങ്ങളുടെ നേതാവ് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സമിതി സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ ചെറുക്കാൻ കപിൽ സിബൽ അടക്കം, P. ചിദംബരം അടക്കം, അഭിഷേക് സിംഗ് അടക്കം പാതിരാവിൽ ഇലക്ഷൻ കമ്മീഷനിലേക്ക് മാർച്ച് നടത്തി അവിടെ തർക്കമുണ്ടാക്കി, വാദപ്രതിവാദങ്ങളുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ അംഗീകരിക്കാൻ വേണ്ടി, ഒരു രാജ്യസഭയിലെ നോമിനേഷൻ അംഗീകരിക്കാൻ വേണ്ടി. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇത്തരം നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങളുണ്ടായി. കർണാടകയിൽ ഒരു ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ വളരെ കൃത്യമായ ഇടപെടൽ ഉന്നത തലങ്ങളിൽ നിന്നുണ്ടായി. ഗവർണറുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്ത് കർണാടകയിലെ സർക്കാരിനെ അട്ടിമറിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതി പാതിരാവിൽ തുറപ്പിച്ച് നിയമ പോരാട്ടം നടത്തി അവിടെ ഞങ്ങൾ ഫൈറ്റ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്നെല്ലാം നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത്, അല്ലെങ്കിൽ ചർച്ചകളിൽ ഉയർന്നു വന്നത്, കോൺഗ്രസ്സിന് കഴിവില്ല. ശ്രീ മോഹൻ വർഗീസ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഞാനുമായി ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള എത്രയോ സന്ദർഭങ്ങളിൽ കോൺഗ്രസ് പോരാ, രാഹുൽ ഗാന്ധി പോരാ, ഇതൊക്കെ തോൽക്കുമ്പോൾ പറയുന്നതാണെന്ന് അദ്ദേഹം എന്നോട് ഉന്നയിച്ചിട്ടുണ്ട്, തർക്കം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ഇത് ശരിയല്ല, നിങ്ങൾ പറയുന്നതല്ല ശരി. EVM-മായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ ആക്ഷേപങ്ങൾ ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. അതിലെ വോട്ടർ പട്ടികയിലെ തിരിമറികൾ ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. എവിടെ തെളിവുകൾ? എവിടെയാണ് തെളിവുകൾ? ഇവർ ധരിച്ചു വെച്ചത്. ഇപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ്, എനിക്ക് ഇനി സമയം തന്നില്ലേലും കുഴപ്പമില്ല അഭിലാഷേ, ഞാൻ ഇവിടെ കിടന്ന് വാദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ദയവായി നിങ്ങൾ എനിക്ക് സമയം തരണം. കുറേയേറെ സമയം BJP പ്രതിനിധിക്ക് കൊടുത്തു. വളരെ കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എവിടെ തെളിവുകൾ? നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുക, അതിലേക്ക് പോയിന്റിലേക്ക് വരാം. നിങ്ങൾ എനിക്കിനി സമയം തരണ്ട, എൻ്റെ പ്രശ്നം തീർന്നല്ലോ. അപ്പം ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. അപ്പം സ്വാഭാവികമായും വളരെ കൃത്യമായ ഇടപെടലുകൾ ഞങ്ങൾ നടത്തി ഉയർത്തിക്കൊണ്ടുവരുന്ന ചോദ്യങ്ങൾ, ADR അടക്കമുള്ള ഏജൻസികളുടെ കോടതിയിലെ പെറ്റീഷനുകൾ, ഞങ്ങളുടെ പാർട്ടിയുടെ പെറ്റീഷനുകൾ, വ്യത്യസ്തങ്ങളായ പെറ്റീഷനുകൾ സുപ്രീം കോടതിയിൽ കാലവിളംബം ഉണ്ടാകുന്നു. അത് ഞങ്ങളുടെ തെറ്റല്ല. സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ വേഗത്തിലാകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അതിൻ്റെ പോരാട്ടങ്ങൾ, അത് തീർപ്പ് കൽപ്പിക്കപ്പെടുന്നില്ല. പക്ഷേ അതിൻ്റെ ആശ്വാസത്തിലും അതിൻ്റെ ആനുകൂല്യത്തിലും ഒരു ഗവൺമെൻറ് അങ്ങ് വിഹരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെങ്കിൽ ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുത്തു. ശ്രീ രാഹുൽ ഗാന്ധി ആ ദൗത്യം ഏറ്റെടുത്തു. വളരെ കൃത്യമായി ഇലക്ട്രോണിക് വോട്ടേഴ്സ് ലിസ്റ്റ് തരണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് തന്നിട്ടുണ്ടോ? തരാൻ തയ്യാറായിട്ടുണ്ടോ? പക്ഷേ കെട്ടുകണക്കിന് വോട്ടർ പട്ടിക എടുത്തു വെച്ച് സസൂക്ഷ്മം പരിശോധിച്ച് ഒരു മണ്ഡലം മോഡൽ മണ്ഡലമാക്കി എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ആ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് ഉത്തരം പറയാൻ ഇന്നീ നിമിഷം വരെ ഇലക്ഷൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല, ബന്ധപ്പെട്ട ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു മഹാദേവപുര കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ കരുതേണ്ട അഭിലാഷ്. വളരെ കൃത്യമായി കേരളത്തിലെ ഈ പ്രേക്ഷകരായിട്ടുള്ള ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരേ സമയം ഞങ്ങൾ ഇതേ സമാന സ്വഭാവത്തിലുള്ള പഠന റിപ്പോർട്ടുകൾ തയ്യാറാക്കി വരികയാണ്. വാരണാസിയിലെ മോഡിയുടെ വിജയമടക്കം ചലഞ്ച് ചെയ്തുകൊണ്ട്
നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരാം. അവിടെ നടന്ന തിരിമറികളടക്കം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഇന്ത്യയിൽ നടന്നിട്ടുള്ള 100ഓളം സീറ്റുകളിൽ, അത് പ്രത്യേകിച്ച് 60 സീറ്റുകളിൽ വളരെ കൃത്യമായ പരിശോധനകൾ നടന്നു വരികയാണ്. ഞങ്ങൾ റിപ്പോർട്ട് പുറത്തുവിടും, ഞങ്ങൾ കൊണ്ടുവരും വിത്ത് ഓൺ റെക്കോർഡ്. ഞങ്ങൾ പ്രസന്റ് ചെയ്യും ഇന്ത്യയുടെ മീഡിയയുടെ മുന്നിൽ. വന്നിരുന്ന് പറയട്ടെന്ന്. ആണായി പറഞ്ഞവനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെങ്കിൽ വന്നിരുന്ന് മീഡിയയെ അഭിമുഖീകരിക്കട്ടെ. രാഹുൽ ഗാന്ധി ഇരിക്കുന്നത് പോലെ ഒരു ദിവസമെങ്കിലും, ഒരു മിനിറ്റെങ്കിലും ഇന്ത്യൻ മീഡിയയുടെ മുന്നിൽ വന്നിരിക്കാനുള്ള ആർജവം, ആണത്തമുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണിക്കട്ടെ. ഞങ്ങൾ അപ്പോഴും അംഗീകരിക്കാം. ഇതിന് മറുപടി പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ കൃത്രിമമായി ജയിച്ച, വ്യാജമായി ജയിച്ച പ്രധാനമന്ത്രിയാണ് ഇരിക്കുന്നതെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു. മറുപടി പറയട്ടെ. ഞങ്ങൾ റെക്കോർഡുകൾ വെച്ച് സംസാരിക്കും. ജനങ്ങളെ മുൻനിർത്തി പോരാട്ടം നടത്തും. ഒരു ജനശക്തിക്ക് തിരുത്താൻ കഴിയുന്നതാണ് ഏത് പാർലമെന്റിലെ ഏത് തീരുമാനങ്ങളും. ജനശക്തിക്ക് തിരുത്താൻ കഴിയുന്നത് ഞങ്ങളത് ബോധ്യപ്പെടുത്തി തരാം. അതാണ് ബീഹാറിൽ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട്? കണ്ടില്ലേ ഇലക്ട്രോണിക് വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞെടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പ്രസന്റ് ചെയ്താൽ നിങ്ങൾ കണ്ടില്ലേ? കണ്ടില്ലേ അഭിലാഷേ? ശരി, അതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഇനിയും കാണാം എന്ന് കോൺഗ്രസ് പറയുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന്, തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യം വീണ്ടെടുക്കാൻ ഞങ്ങൾ എടുക്കുന്ന സ്റ്റെപ്പ് എന്താണെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരാം. ശരി 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 ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോ ബീഹാറിന്റെ കാര്യത്തിൽ കോൺഗ്രസിനായാലും പ്രതിപക്ഷ കക്ഷികൾക്കായാലും വിജയമാണ്. കാരണം SIRന്റെ കാര്യത്തിൽ സുപ്രീം കോടതി നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്നു. പക്ഷേ മറ്റിടങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോ ക്രമക്കേടുകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഉന്നയിക്കാം എന്നുള്ളതിനപ്പുറത്ത് ഹർജി നൽകാനുള്ള കാലപരിധി കഴിഞ്ഞു പോയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഇലക്ഷനെ ബാധിക്കുന്നതോ അതല്ലെങ്കിൽ ഇലക്ഷൻ ശരിയായതല്ല എന്ന മട്ടിലുള്ള കോടതി പരാമർശം ക്ഷണിച്ചു വരുത്തുന്നതോ ആയ എന്തെങ്കിലും കാര്യത്തിന് ഇനി സ്കോപ്പുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ പോരാട്ടം, ഇപ്പോൾ ബീഹാറിലാണ് വോട്ടധികാർ യാത്ര നടത്തുന്നത്, കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ഗുണകരമായി മാറുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സംവിധാൻ ഖത്രമേം ഹേ എന്ന ക്യാമ്പയിൻ വിജയിച്ചതുപോലെ വോട്ട് ചോരി വിജയിക്കുകയാണ് ഗ്രൗണ്ടിൽ എന്ന് തോന്നുന്നുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു ഒബ്സർവേഷൻ? ബീഹാറിൽ നിന്നുള്ള ഗ്രൗണ്ട് റിയാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വോട്ട് അധികാർ യാത്ര ഇറ്റ് ക്യാപ്ചേർഡ് എ ലോട്ട് ഓഫ് ഇമാജിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എ ഷോട്ട് ഇൻ ദ ആം എന്ന നിലയിലാണ് ഇന്ന് വന്നിരിക്കുന്ന ഇലക്ഷൻ ഓഫീസറുടെ ഭാഗത്ത് നിന്ന് ആധാർ കാർഡ് മതിയാകും 65 ലക്ഷത്തോളം പേരെ വോട്ടർ പട്ടികയിൽ നിന്നും സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ ഭാഗമായി നീക്കം ചെയ്തത്. ഒരുപക്ഷെ ഭാഗികമായിട്ടെങ്കിലും അവർക്ക് വോട്ടവകാശം പുനഃസ്ഥാപിച്ച് കുറെ പേർക്കെങ്കിലും ഏതാനും ലക്ഷങ്ങൾക്കെങ്കിലും വോട്ടവകാശം പുനഃസ്ഥാപിച്ച് കിട്ടാൻ ആധാർ മതിയാകും എന്നത് ഒരു ലാൻഡ് മാർക്ക് ഡയറക്റ്റീവാണ്, ഡിസിഷനാണ്. തീർച്ചയായും കോൺഗ്രസ് പാർട്ടിക്ക് അഭിമാനിക്കാം, ഇന്ത്യ മുന്നണിക്ക് അഭിമാനിക്കാം. അതുകൊണ്ട് ഇവിടെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അഡോപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി നോക്കൂ. കോടതിയിൽ പോകുന്ന കാര്യം വരുമ്പോൾ ഒരു പരിധിവരെ ഈ സമയപരിധിയൊക്കെ 45 ദിവസത്തെ സമയപരിധി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പരാതി കൊടുക്കുന്നത്, അങ്ങനെയുള്ള നിയമപരമായ നൂലാമാലകൾ. മറുവശത്തെ കോൺഗ്രസ് പാർട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് കാരണവശാലും പോകാനുള്ള അവകാശമുണ്ട്, സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള ഒരു അവകാശമുണ്ട്, ചുമതലയുണ്ട്. പക്ഷെ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരുപക്ഷെ കോടതിയെ സമീപിക്കുന്നതിനേക്കാളും നല്ലത് രാഷ്ട്രീയ ലാഭം എന്ന് പറയുന്നത് ഈ വിഷയം വൻതോതിൽ സ്നോബോൾ ചെയ്താൽ അത് കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും ലഭിക്കാൻ സാധ്യതയുള്ള നേട്ടം, ഇമ്മീഡിയറ്റ് ടെസ്റ്റ് ഡോസ് എന്ന് പറയുന്നത് ബീഹാർ തന്നെയാണ്. ഈ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 42 മണ്ഡലങ്ങളിൽ 30 മണ്ഡലങ്ങളും ജയിച്ച് തിളക്കത്തിൽ നിന്ന മഹാവികാസ് അഗാദി നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 288 മണ്ഡലങ്ങളിൽ 50 മണ്ഡലങ്ങളിൽ താഴേക്ക് കുപ്പ് കുത്തിയപ്പോൾ ഏതാണ്ട് 1 കോടിയോളം വോട്ടുകളാണ് 5 മാസത്തിനുള്ളിൽ ചേർക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തു. പക്ഷേ സമയത്തിന് വോട്ടർ പട്ടിക പരിശോധിക്കുന്ന കാര്യത്തിൽ, കരട് വോട്ടർ പട്ടിക പരിശോധിക്കുന്ന കാര്യത്തിൽ ശക്തമായ സംഘടനാ സംവിധാനം ഉണ്ടായിട്ട് പോലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് അധികം മുന്നോട്ട് പോകാനായില്ല എന്നത് ഒരു കളങ്കമായി തന്നെ നിലനിൽക്കുന്നു. പക്ഷെ അത് ഒരിക്കൽ മാത്രം പറയാനാവുന്ന ഒരു എക്സ്ക്യൂസാണ് ബീഹാറിന്റെ കാര്യത്തിൽ. കൂലങ്കക്ഷമായി ഇപ്പോൾ ഇതാ കോടതി ഇടപെടൽ, അതനുസരിച്ചുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു. ഇനി പരാതിക്ക് യാതൊരിടയുമില്ല. ഇവിടെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റലുകളോ അനാവശ്യ വിട്ടുനിർത്തലുകളോ ഉണ്ടായാൽ
അത് തീർച്ചയായും ബൂത്ത് ലെവൽ അസിസ്റ്റന്റ്, ബൂത്ത് ലെവൽ ഏജന്റിനെ ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുക എന്നതാണ് പ്രധാനം. RJDക്ക് ശക്തമായ റൂട്ടുകളുള്ള ബീഹാർ, കോൺഗ്രസ് പാർട്ടിക്ക് ഈ കിഴക്കൻ ബീഹാറിലും സസറാം മേഖലയിലുമൊക്കെ ശക്തമായ അടിത്തറയുള്ള ബീഹാർ, അവിടെ ഇത് സാധിച്ചില്ല എങ്കിൽ യഥാർത്ഥത്തിൽ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിലേക്ക് ആയിരിക്കണം ആദ്യ ശ്രദ്ധ. രണ്ടാമത്തെ ശ്രദ്ധ എന്ന് പറയുന്നത് ബീഹാറിൽ തുടങ്ങി ആ വോട്ട് അധികാർ യാത്ര രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ടെസ്റ്റ് ഡോസായി ഒരു സാമ്പിളായി എടുത്ത കർണാടകത്തിലെ മഹാദേവപുര സംഭവം 1,250,000 വോട്ടിന്റെ ഡിസ്ക്രിപ്പൻസി ഇത് രാജ്യവ്യാപകമായി വീണ്ടും വീണ്ടും രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ പത്രസമ്മേളനത്തിന്റെ കതിരും പതിരും തെളിച്ച് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് ന്യായമായ ഉത്തരങ്ങൾ നൽകാൻ പരാജയപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ പോരായ്മകളെ എടുത്തു കാട്ടുകയും ഞങ്ങൾ ഭരണഘടന ഉയർത്തിക്കാട്ടിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത MP-മാരാണ്. അങ്ങനെ 300 MP-മാരാണ് ലോക്സഭയിലെ രാജ്യസഭയിലെയും 300 MP-മാരാണ് കഴിഞ്ഞ ആഴ്ച ഇലക്ഷൻ കമ്മീഷന് നേരെ മാർച്ച് ചെയ്ത്. ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഒപ്റ്റിക്സ് ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ ഒപ്റ്റിക്സ് ഉണ്ട്. ഇത് പരമാവധി ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള കോൺഗ്രസ് പാർട്ടിയുടെയും ഇന്ത്യ മുന്നണിയുടെയും ശ്രമങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ജനാധിപത്യ ഭാരതത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഒരു പരാതി ഉണ്ട് എങ്കിൽ അത് പബ്ലിക് ഡിബേറ്റിലേക്ക് കൊണ്ടുവരിക എന്നത് ജനാധിപത്യം. ഒരു ഇടവേള എടുക്കേണ്ട സമയം അതിക്രമിച്ചു. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങിയേക്കാം. ചർച്ചയിലേക്ക് വിടും. ഷെയർ റഹീം, 10 ദിവസം മുമ്പ് രാഹുൽ ഗാന്ധി കർണാടക ഒരു ഉദാഹരണമാക്കിക്കൊണ്ട് വിശദീകരിച്ച വോട്ട് ക്രമക്കേടുകളെക്കുറിച്ച് ഉള്ള കാര്യത്തെ പ്രതിരോധിക്കാൻ 2 ദിവസം മുമ്പ് മഹാരാഷ്ട്രയിലെ 2 മണ്ഡലങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ട് CSDS നടത്തിയിട്ടുള്ള ഒരു പോസ്റ്റ് തെറ്റിപ്പോയി എന്ന കാര്യം ഉന്നയിച്ച് അതിനെ ക്യാൻസൽ ചെയ്യുക എന്നാണ് BJP ശ്രമിക്കുന്നത്. സ്വാഭാവികമായി ഏത് തരത്തിലുള്ള മിസ്ഇൻഫർമേഷനും ഇതുപോലെ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുമല്ലോ. ഇവിടെ ഇപ്പോൾ ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത് ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും ഭീഷണി ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം മറ്റ് വ്യത്യാസങ്ങൾ മറന്ന് ഒരുമിച്ച് യോജിച്ച ഒരു പോരാട്ടത്തിന് അണിനിരക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ, ആം ആദ്മി പാർട്ടി ഒക്കെ എടുത്തിട്ടുള്ള സമീപനമൊക്കെ നമുക്കറിയാമല്ലോ. ഇതിപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ് എന്ന് കണ്ടുകൊണ്ട് ഈ പോരാട്ടത്തിൽ മുഴുവനായും എല്ലാ പാർട്ടികളും, പ്രതിപക്ഷ പാർട്ടികളെല്ലാം അണിനിരന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതെ. ഇടക്കാലത്ത് ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഏകോപനത്തെ സംബന്ധിച്ചുള്ള ചില അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടി വേറിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ നേരത്തെ ഇവിടെ ശ്രീ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ 300 MP-മാരുമായി ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യുമ്പോൾ അതിൽ ആം ആദ്മി പാർട്ടി ഉണ്ടായിരുന്നു. ഈ പോരാട്ടങ്ങളിലുടനീളം ആം ആദ്മി പാർട്ടി ഒരുമിച്ച് നിൽക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് പ്രതിപക്ഷ ഐക്യത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റാണ്. ഇവിടെ BJPയുടെ പ്രതിനിധി ഞാനതിന് മറുപടി പോലും അർഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവെൻഷൻസിന് സത്യം പറഞ്ഞാൽ മറുപടി അർഹിക്കുന്നില്ല. ജനം കാണട്ടെ എത്ര ബാലിശമായിട്ടാണ് അദ്ദേഹം ആ കാര്യങ്ങളെ, വലിയൊരു ആരോപണത്തെ ഒരു ട്വീറ്റ് വെച്ചിട്ട് അദ്ദേഹം നേരിടാൻ നോക്കിയത്. അതവിടെ നിൽക്കട്ടെ. എന്താണ് ഇതിൻ്റെ കാതലായ പ്രശ്നം? ഞാൻ കുറെ കൂടി ഗൗരവത്തിൽ കാണണം. 2 പ്രശ്നമായി നമ്മളിതിനെ കാണണം. ഒന്നെന്ന് പറയുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇന്ത്യയിലുടനീളം സംഭവിച്ച ഒട്ടേറെ തിരഞ്ഞെടുപ്പ് പിഴകൾ, അത് സംബന്ധിച്ച് വരുന്ന ആശങ്കകൾ, അതിൻ്റെ സംശയത്തിൻ്റെ നിഴലുകൾ, അതിൽ നിന്ന് പുറത്തു വരാൻ, വിശുദ്ധി വരുത്താൻ, ഇങ്ങനെയല്ല ഇതിൻ്റെ വസ്തുത ഇതാണ് എന്ന് വളരെ കൃത്യമായി പറയാനുള്ള ബാധ്യത, വ്യക്തത വരുത്താനുള്ള ബാധ്യത ഒന്ന് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അതോടൊപ്പം തന്നെ പാർലമെന്റ് നടന്ന സന്ദർഭത്തിൽ പാർലമെന്റിനുള്ളിൽ ഇത് ഉന്നയിക്കുമ്പോൾ ഇത് സംബന്ധിച്ച് ഒരു ചർച്ച വളരെ വിശദമായി ഇതിൻ്റെ ഒരു വൈറ്റ് പേപ്പർ അവതരിപ്പിക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിശുദ്ധി വരുത്താനുള്ള അവസരം ഗവൺമെന്റ് ഉപയോഗിക്കുന്നില്ല, പ്ലസ് ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിക്കുന്നില്ല. പകരം അവർ വാർത്താസമ്മേളനം നടത്തി ഒരു BJPയുടെ സ്പോക്ക് പേഴ്സൺ സംസാരിക്കുന്നത് പോലെ ഒരു സംഘപരിവാർ ഓർഗനൈസേഷന്റെ വാർത്താസമ്മേളനം മാതിരി അവർ അവതരിപ്പിച്ച കാര്യങ്ങൾ പോയി. കൂടുതൽ കാര്യങ്ങൾ സംശയത്തിൻ്റെ നിഴലിലാകുന്നുവെന്ന് മാത്രം. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അത് SIR-മായി ബന്ധപ്പെട്ടാണ്. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വെച്ചാണ് ചെയ്യുന്നത്. സുപ്രീം കോടതി ഇൻ്റർവെൻഷൻ നമ്മുടെ ചർച്ച ചെയ്യുന്ന ആരംഭിച്ചത് അവിടെ നിന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വരുന്ന കാതലായ പ്രശ്നം എന്താണ്? പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന സന്ദർഭത്തിൽ നമ്മൾ ചില ആശങ്കകൾ ഉയർത്തിയിരുന്നു. നോക്കൂ, സിറ്റിസൺഷിപ്പ് ചോദ്യം ചെയ്യുകയാണ്. ഇവിടെ വോട്ടർ ID ഇലക്ഷൻ കമ്മീഷൻ ആധികാരിക രേഖയായി അംഗീകരിക്കുന്നില്ല. ആധാർ കാർഡ്, ഒരു കാലത്ത് ആധാർ കൊണ്ടുവന്ന സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അത് സംബന്ധിച്ച് ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് അധികൃതർ പറഞ്ഞ മറുപടി ആധാറായിരിക്കും ഇനി ഏക ഡോക്യുമെൻ്റ് എന്നാണ്, ഏറ്റവും ആധികാരികമായ ഡോക്യുമെൻ്റ്. ആ ആധാർ പോലും ഇന്ത്യയിലെ പൗരനായി, വോട്ടറായി തെളിയിക്കാനുള്ള ആധികാരിക രേഖയായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുന്നില്ല. സാധാരണക്കാരെ പരമാവധി അതിൽ നിന്ന് അകറ്റുകയാണ്. ഇവിടെ വരുന്ന അടിസ്ഥാനപരമായ പ്രശ്നം
പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നിർധനരും നിരാലംബരുമായ മനുഷ്യരുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു. രണ്ട്, അതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നം ഭരണഘടന ഉറപ്പ് നൽകുന്ന പ്രായപൂർത്തി വോട്ടവകാശം എന്ന അവകാശം, ആ അവകാശം തെളിയിക്കാനുള്ള ബർഡൻ ഓഫ് പ്രൂഫ് വോട്ടറുടെ മേൽ വരികയാണ്. ഇതൊരു വളരെ സ്ട്രക്ചറൽ ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. BJP ഗവൺമെന്റ്, ഒരു നിയോ ഫാസിസ്റ്റ് ഗവൺമെന്റ് വളരെ ആസൂത്രിതമായി എങ്ങനെയാണ് അവരുടെ ഫാസിസ്റ്റ് പ്രവണതകൾ അടിച്ചേൽപ്പിക്കുന്നത്, ജനാധിപത്യത്തെ കൊന്നുകളയുന്നത്. നോക്കൂ, വോട്ടറാകാൻ അഭിലാഷ് വോട്ടറാകണമെങ്കിൽ പ്രായപൂർത്തിയായ അഭിലാഷിന് ഇല്ലെങ്കിൽ അഭിലാഷിന്റെ അടുത്ത തലമുറയ്ക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം എന്നത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. രണ്ട്, അഭിലാഷിനെ വോട്ടർ പട്ടികയിൽ ചേർക്കേണ്ട ആ പ്രൊസീജിയറിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റ് അഥവാ ഭരണകൂടത്തിനുള്ളതാണ്. അതാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് പരമാവധി പേരെ വോട്ടർ പട്ടികയുടെ ഭാഗമാകാൻ, തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാൻ ഉള്ള ക്യാമ്പയിനുകൾ ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ നാളിത് വരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത് നിർവഹിക്കണം. ഇതാണല്ലോ നമ്മൾ ചെയ്തു വരുന്ന ഒരു കീഴ്വഴക്കം. പരമാവധി പേരെ ജനാധിപത്യത്തിന്റെ ഭാഗമാക്കുക. ഒരാൾ മാത്രമുള്ള ബൂത്താണെങ്കിൽ അവിടെ പോലും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. അയാളെ അങ്ങ് വനത്തിനുള്ളിൽ താമസിക്കുന്ന ഒരു ഏകാഗിയായ മനുഷ്യൻ ഇന്ത്യയിൽ ഉണ്ട് എങ്കിൽ ആ ഏകാഗിയായ മനുഷ്യനെ വോട്ടർ റോളിന്റെ ഭാഗമാക്കി മാറ്റാൻ ഇന്ത്യയുടെ ഇലക്ഷൻ മിഷണറിയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മിഷണറിയെ ഉപയോഗിക്കുക. അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ വനാന്തരത്തിൽ താമസിക്കുന്ന ഏകാഗിയായ ഒരു മനുഷ്യൻ, ഒരു ഇന്ത്യക്കാരൻ, ആ ഇന്ത്യക്കാരനെ വോട്ടർ പട്ടികയുടെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്തമല്ല, അയാളെക്കാൾ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമായിട്ടാണ് നമ്മൾ കരുതിയിരുന്നതെങ്കിൽ SIR നടപ്പിലാക്കുന്നത് കൂടി അവർ പറയുന്നത് ഇതിന്റെ ബർഡൻ ഓഫ് പ്രൂഫ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന രേഖകളുമായി വന്ന് ക്യൂ നിന്ന് ഞങ്ങൾ പറയുന്നിടത്തെല്ലാം വന്ന് ഈ രേഖകൾ സമർപ്പിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വോട്ടർ ആയിക്കൊള്ളണം. ഇനി നിങ്ങൾക്ക് അതിന്റെ പേരിൽ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടാലോ വേണമെങ്കിൽ കോടതിയിൽ പോയിക്കൊള്ളണം എന്ന് പറയുകയാണ്. നിങ്ങൾ നോക്കൂ, കോടതിയിൽ പോകാൻ കഴിയുന്ന എത്ര മനുഷ്യരാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്? ശരി, എത്ര പേരാണ്? അഭിലാഷിന്റെ രേഖകൾ കൊണ്ടുവന്ന് കൊടുത്തില്ല എങ്കിൽ അഭിലാഷിനെ പുറത്താക്കും. ഇനി വേണമെങ്കിൽ നിങ്ങൾ കോടതി പോയിക്കൊന്നാണ്. അത് ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള, നിങ്ങൾ നോക്കൂ, വളരെ കൃത്യമായി ഒരു നിയോ ഫാസിസ്റ്റ് ഗവൺമെന്റ് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വരുത്തുകയാണ്. അതാണ് ഇതിന്റെ പ്രശ്നം. ആ സ്ട്രക്ചറൽ ഘടനാപരമായ മാറ്റം ഉണ്ടാക്കുകയാണ്. അതൊരു ഫിലോസഫിക്കൽ ചേഞ്ചാണ്, സ്ട്രക്ചറൽ ചേഞ്ചാണ്. അത് BJP ഏകശിലാത്മകമായ ഒരു ഇന്ത്യയെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഇത് കുറച്ചുകൂടി പുറകിലേക്ക് പോകണം അഭിലാഷേ. 2023 സുപ്രധാനമായ സുപ്രീം കോടതിയുടെ ഇന്റർവെൻഷൻ ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം എങ്ങനെയായിരിക്കണം. ആ നിയമനവുമായി ബന്ധപ്പെട്ട് സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി ആ നിയമന കമ്മിറ്റിയുടെ ഭാഗമാകണം, നിർണയ കമ്മിറ്റിയുടെ ഭാഗമാകണം. ആ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ തിടുക്കത്തിൽ പാർലമെന്റിന്റെ ഭൂരിപക്ഷം, യാന്ത്രികമായ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിയമനിർമ്മാണം കൊണ്ടുവന്നവരാണിവർ. അപ്പോൾ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാനിറ്റിയെ, അതിന്റെ സത്യസന്ധതയെ, സുതാര്യതയെ നിലനിർത്തണം എന്നല്ല ഇവരുടെ ഉദ്ദേശം. മറിച്ച് അത് ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. ആ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിർവഹിക്കും. സുപ്രീം കോടതി ഇന്ന് ഇടപെട്ട ഒരു വാർത്തയിലാണ് നിങ്ങളുടെ ചർച്ച ആരംഭിക്കുന്നത്. സുപ്രീം കോടതി ബീഹാറിലെ SIR-ലല്ല. അന്ന് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ആദ്യഘട്ടത്തിൽ 2023 വിധിയിൽ സുപ്രീം കോടതിയുടെ ഇന്റർവെൻഷൻ നിയമനിർമ്മാണത്തിലൂടെ നരേന്ദ്രമോദി ഗവൺമെന്റ് അട്ടിമറിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ SIR-ന്റെ പ്രശ്നം വരുമായിരുന്നില്ല. സുപ്രീം കോടതിക്ക് വീണ്ടും ഇങ്ങനെ ഇടപെടേണ്ടി വരുമായിരുന്നില്ല. ഇങ്ങനെ നമുക്ക് ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്, നരേന്ദ്രമോദി ലോകമാകെ നോക്കി പറയുന്നത് എന്താണ്? നോക്കൂ, ഇന്ത്യ എന്നത് ജനാധിപത്യത്തിന്റെ മാതാവാണ്, ദ മദർ ഓഫ് ഡെമോക്രസി എന്നാണ്. നിങ്ങൾ നോക്കൂ, ജനാധിപത്യത്തിന് ഇന്ത്യ ലോകത്തിലെ തന്നെ ഒരു ഉദാഹരണമായി ഇന്ത്യക്ക് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുമായിരുന്നില്ല. ഇതിങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരികയാണ്, കോടതി കയറേണ്ടി വരികയാണ്, അതിന്റെ പേരിൽ ജാഥകൾ നടത്തേണ്ടി വരികയാണ്, പ്രക്ഷോഭങ്ങൾ നടത്തേണ്ടി വരികയാണ്, പാർലമെന്റ് ഒരു സെഷൻ മുഴുവൻ ഞങ്ങൾക്ക് സ്തംഭിപ്പിക്കേണ്ടി വരികയാണ്, ഗവൺമെന്റിന് ഒളിച്ചോടേണ്ടി വരികയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായ കാര്യം സുപ്രീം കോടതി പോലും 2023 നിരീക്ഷിച്ച പ്രകാരം നിർബന്ധമായും ഇലക്ഷൻ കമ്മീഷന്റെ നിയമനം അത് സുതാര്യമായിരിക്കണം, ഫെയർ ആൻഡ് ഫ്രീ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരിക്കണം. നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിന്റെ നടപടിക്രമങ്ങൾ സുതാര്യമായിരിക്കണം എന്ന ഭരണഘടനയുടെയും സുപ്രീം കോടതി മുമ്പോട്ട് വയ്ക്കുകയും ചെയ്ത സ്പിരിറ്റിനെ ബുൾഡോസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു നവഫാസിസ്റ്റ് ഭരണം വളരെ കൃത്യമായി നിങ്ങൾ നോക്കുക അവർ നടപ്പിലാക്കുകയാണ്.
ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് സുപ്രീം കോടതിയെ മാറ്റി ചാരത്തിരുത്തിക്കൊണ്ട്. അപ്പോൾ ഇത് വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിനെതിരെ ജനമുണരുക. ഇവിടെ നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തേ കോടതി പോകാത്തതെന്നാണ് നേരത്തെ കേസ് കൊടുക്കും പിള്ളേച്ചാന്നൊക്കെ പറയും പോലെയാണ് BJPയുടെ പ്രതിനിധി ഇവിടെ വന്നിരുന്നത് പറയുന്നത്. എങ്കിൽ കേസിന് പോകാത്തത് ആ ദിവസത്തിനാണ് പോകാത്തത്. ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും ജനങ്ങളും ശരിയായ ദിശയിലൂടെ നയിച്ചത് കോടതി കയറി ഇറങ്ങിയിട്ടും മാത്രമല്ല, മറിച്ച് ശക്തമായ ജനകീയ മുന്നേറ്റത്തിലൂടെയാണ്. ശരി, ആ ജനകീയ മുന്നേറ്റം ഉണ്ടാവും എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. ചെയ്യുന്നു. ജനങ്ങളെ അണിനിരത്തുന്നു, അതേസമയം കോടതിയിൽ പോകുന്നു, പാർലമെന്റിനുള്ളിൽ ശക്തമായി ഇക്കാര്യത്തിൽ ഇടപെടുന്നു. ശരി, ഓക്കെ. ശ്രീ ശ്യാംരാജ്, ഇവിടെ ഇപ്പൊ നോക്കൂ, ഈ SIR-മായി ബന്ധപ്പെട്ട 11 രേഖകളിൽ ആധാർ അടക്കമുള്ള, ആധാറോ എപ്പിക് നമ്പർ, അതായത് വോട്ടർ ID ഒന്നുമില്ല. 65 ലക്ഷം ആളുകളാണ് പുറത്തു നിൽക്കുന്നത്. സുപ്രീം കോടതി ഇന്റർവെൻഷൻ കൊണ്ടാണ് അവർക്ക് അവരുടെ എക്സ്ക്ലൂഷനെ ചലഞ്ച് ചെയ്യാൻ, ആധാർ ഉപയോഗിച്ച് ചലഞ്ച് ചെയ്യാനുള്ള അവസരം പോലും ഒരുങ്ങുന്നത് എന്ന കാര്യം അവിടെ നിൽക്കുമ്പോൾ, ഇനി SIR ബംഗാളിലേക്കും കേരളത്തിലേക്കും ഒക്കെ വരികയാണ്. നമ്മളെങ്ങനെയാണ് തൃശ്ശൂരിൽ വോട്ട് ചേർത്തത് എന്നുള്ളത് കണ്ടതാണ്. അന്നേരം പേരിൽ വന്ന, അഡ്രസ്സിൽ വന്ന ഒരു പോസ്റ്റ് കാർഡ് കാണിച്ചാൽ മതിയായിരുന്നു. ദുർബലമായ, അവിടെ താമസമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു കത്തോ കാർഡോ കൊണ്ട് വോട്ടർ പട്ടികയിൽ ഇടം നേടാമായിരുന്ന അവസ്ഥ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടായിരുന്നുവെങ്കിൽ. ഇനി നടക്കാൻ പോകുന്നത് എക്സ്ക്ലൂഷനാണ്, ഒഴിവാക്കലാണ്. അത് എത്രമാത്രം ഏത് അർത്ഥത്തിൽ മാരകമായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ബീഹാറിന്റെ ഉദാഹരണം നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഇടപെടൽ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കുമോ ഇനി ഭാവിയിലെ SIR-കൾ? അഭിലാഷേ, ഇതിന് ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് തീർച്ചയായിട്ടും ഉത്തരം പറയാം. അതിനു മുമ്പ് 2 കാര്യങ്ങൾ ശ്രീ A റഹീം പറഞ്ഞതിൽ നിന്ന് ഞാനൊന്ന് തുടങ്ങാം. ഒന്ന്, 2023 ശേഷം ഈ നാട്ടിൽ ഇലക്ഷൻ കമ്മീഷനുകളെ നിയമിച്ചിരുന്നത് എങ്ങനെയാണ്, കമ്മീഷണർമാരെ നിയമിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? കേന്ദ്രത്തിൽ UPA ഭരിക്കുമ്പോൾ, നിങ്ങൾ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമ്പോൾ ഈ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിച്ചത് എങ്ങനെയായിരുന്നു? മന്ത്രിസഭ കൂടി ആലോചിക്കും, നേരെ പ്രസിഡന്റിന് കൊടുക്കും, അതല്ലേ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്? അതിനുശേഷം ഒരു പ്രതിപക്ഷ നേതാവിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയത് ഞങ്ങളുടെ കാലഘട്ടത്തിലാണെന്ന്. ഇനി ഈ ജനാധിപത്യത്തെക്കുറിച്ചിട്ടൊക്കെ ഗിരിപ്രഭാഷണം ചെയ്യുമ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്തിൽ മരിച്ച ആളുകളെ മൊത്തം കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ദിവ്യശക്തി ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് നിങ്ങൾ മറന്നു പോകരുത്. അതിനൊരു മാറ്റം വന്നത് കേരളത്തിൽ CCTV-കൾ വന്നതിന് ശേഷം മാത്രമാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, നമ്മൾ ചർച്ച ചെയ്യുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരിയിൽ വീട്ടിൽ പോയി കള്ളവോട്ട് ചെയ്തതിന് പോലീസ് നടപടി, നിങ്ങളുടെ പോലീസ് നടപടി എടുക്കപ്പെട്ട ഒരു BLA നിങ്ങളുടെയാണെന്ന്, അതോടൊപ്പം തന്നെ 4 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി വന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ജനാധിപത്യത്തെ കൊല്ലുന്നതിന്റെ കഴുത്ത് ഞെരിക്കുന്നതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടത് എൻ്റെ റഹീമെ നിങ്ങളാണ്. വ്യാജ വോട്ടുകൾ, കള്ള വോട്ടുകൾ, മരിച്ച ആളുകൾ മൊത്തം വന്ന് വോട്ട് ചെയ്യുന്ന ദിവ്യശക്തി, ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കാലഘട്ടത്തിലാണ്. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്, സാർ, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി വ്യാജരേഖകൾ ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ തന്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് രാജ്യത്തിന്റെ പരമോന്നത കോടതി ആ പദവിയിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ്. അല്ലാതെ ഞങ്ങളുടെ ഒരാളും അങ്ങനെ പോകും, ഞങ്ങളുടെ ഒരു നേതാവും ഒരു പ്രധാനമന്ത്രിയും അങ്ങനെ രീതിയിലൊന്നും പ്രധാനമന്ത്രിയാവാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലെന്ന്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിരിക്കണം. സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ച്, അതിനുശേഷം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ രാജ്യത്തിന്റെ മുഴുവൻ ജനാധിപത്യ പ്രക്രിയകളെയും അവതാളത്തിലാക്കിയ നിങ്ങൾ തന്നെ ജനാധിപത്യത്തെ കുറിച്ചിരുന്ന് പറയണം. പിന്നെ അടുത്ത അഭിലാഷ് ചോദ്യത്തിലേക്ക് വരാം. അഭിലാഷേ, SIR-ൽ എന്താണ് സംഭവിക്കുന്നത്? ബീഹാറിൽ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ട് പറഞ്ഞു, ഈ വരാൻ അടുത്ത മാസം 1-ാം തീയതി വരെ, ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 1 വരെയുള്ള 30 ദിവസത്തിനകത്ത് ഈ നിങ്ങൾ ഉപയോഗിച്ച വാക്ക് എക്സ്ക്ലൂഡ് എന്നാണ്, എക്സ്ക്ലൂഡ് അല്ല. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായിട്ടുള്ള രേഖകൾ കിട്ടാത്ത ഏതൊരാൾക്കും ആ രേഖകൾ കൊണ്ടുവന്നാൽ എങ്ങനെയാ പറഞ്ഞത്? നിങ്ങൾ അവരുടെ മറ്റേ പ്രസ് റിലീസും കൂടെ നോക്കണം. അവർ സംസ്ഥാനത്തിന്റെ പുറത്താണെങ്കിൽ അവരുടെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലുള്ള ഫോം എടുത്ത് ആ ഫോം ഫില്ല് ചെയ്ത് അവരുടെ ബന്ധുക്കൾ കൊടുത്താൽ മതി BLO-മാർക്ക്. സംസ്ഥാനത്തിന്റെ പുറത്താണെങ്കിൽ ആ ഫോം ഫില്ല് ചെയ്ത് അതിലൊപ്പിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതി എന്ന്. അപ്പോൾ ഇത്ര വിശാലമായിട്ട്, ഇത്ര ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിനെയാണ് നിങ്ങൾ ഇത്തരത്തിൽ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടുത്തെ നിങ്ങളുടെ മാധ്യമങ്ങളുടെയും കേരളത്തിലെ പ്രതിപക്ഷത്തിന്, ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ഇരട്ടത്താപ്പെന്ന് പറഞ്ഞു. ഒരേ സമയത്ത് നിങ്ങൾ ഇലക്ഷൻ സംവിധാനങ്ങൾ സുപ്രീം കോടതി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന്. സുപ്രീം കോടതി അംഗീകരിക്കാതെ നിങ്ങളല്ലേ അഭിലാഷ നിങ്ങൾ അതിന് ന്യായീകരണം പറഞ്ഞു വരുന്നത്?
അല്ലല്ല, അത് പറയട്ടെ, സുപ്രീം കോടതി അംഗീകരിക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞെന്താണ്, നമ്മുടെ പ്രോസസ്സിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുത്താം. പക്ഷേ നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനം മുഴുവൻ തെറ്റാണ് എന്നുള്ള ധ്വനി നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞല്ലോ. ഈ 0 കൂട്ടിയുള്ള വീട്ടു നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ. ഇനി തിരുത്തലുകൾ വരുത്തണമോ, തിരുത്താം. പക്ഷേ നിലവിൽ നടക്കുന്നത് എന്താണ്? കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ, ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ, ഒരു വിഭാഗം മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനാണ് ഞങ്ങൾക്ക് എതിർപ്പുള്ളത്. അവിടെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഒരു വശത്ത് ഒരു വശത്ത് നിങ്ങൾ പറയുന്നു ഇലക്ഷൻ സംവിധാനങ്ങളിൽ പ്രശ്നമുണ്ട്, 0 വീട്ടു നമ്പറിൽ വരുന്നു, ആളുകളുടെ അഡീഷൻ വരുന്നു, ഇരട്ട വോട്ട് ഉണ്ടാവും എന്ന് പറയുന്നു. മറുവശത്ത് അതിനെ തിരുത്താൻ ശ്രമിക്കുന്ന ബീഹാറിൽ നിങ്ങൾ അതിനെ മറ്റു രീതിയിൽ പുറത്തേക്ക് കാണിക്കാൻ വേണ്ടി ശ്രമിക്കലാണ്, മറ്റു രീതിയിൽ അതിനെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കലാണ്. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഇത് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളുടെയും ഈ പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പാണെന്ന്. ഈ SIR-ൽ എന്തെങ്കിലും പരിമിതികളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ തിരുത്താമെന്ന് പറഞ്ഞല്ലോ, തിരുത്തിയല്ലോ, എത്രയോ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ വീട്ടിലിരുന്ന് വാട്സപ്പിൽ അയച്ചു കൊടുക്കാവുന്ന ഒരു പ്രൂഫ് മതി എന്ന് പോലും പറയുന്നത്ര സുതാര്യമായ ഒരു സംവിധാനത്തെയാണ് നിങ്ങൾ ഈ രീതിയിൽ കാണിക്കുന്നത്. മറുവശത്ത് കുഴപ്പങ്ങളുണ്ടെന്ന് വരുത്തി. ശരി, ശ്രീ അനിൽ ബോസ്, ഇത്രയും സുതാര്യമായ ഒരു ഏർപ്പാടിനെയാണോ നിങ്ങൾ എതിർക്കുന്നത്? പെട്ടെന്ന് ചെറിയ ഉത്തരം. ചെറിയ ഉത്തരം, വീട്ടു നമ്പർ 0, അച്ഛൻ്റെ പേര് ABCD EFGHIJK LMN OPQR STUWXYZ. കുഴപ്പമില്ല, വളരെ നന്നായി. ഇവരൊക്കെ തന്തയില്ലാത്തവരാണോ? 2011 മുതലുണ്ട്. ഇവരെല്ലാം ഈ വോട്ടർ പട്ടിക വന്നവരെല്ലാം തന്തയില്ലാത്തവരാണോ, തന്തയാരെന്ന് അറിയാത്തവരാണോ? ഇലക്ഷൻ കമ്മീഷൻ ഒന്ന് പറഞ്ഞു തന്നാൽ മതി ഇന്ത്യൻ പൊതുസമൂഹത്തോട്. ഒരു മര്യാദ വേണ്ടേ എൻ്റെ അഭിലാഷയെ? ഞാൻ ഇത്രയും ആ ഭാഷാപ്രയോഗം നടത്താൻ എനിക്ക് ഇഷ്ടമുള്ള ആളല്ല, എങ്കിലും ഞാൻ നടത്തിയതാണ്, ഞാൻ പർപ്പസ്ഫുള്ളായി നടത്തിയതാണ്, ഒരു സംശയം വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ നമ്മുടെ നടു റോഡുകളിൽ മുഴുവൻ കടകളിലും പെട്ടിക്കടകളിലും വഴിയോരത്തും മുഴുവൻ CCTV ക്യാമറ വെച്ചിരിക്കുക. എല്ലാവരുടെയും സ്വകാര്യത കവർന്നെടുക്കുമെങ്കിൽ ഇവിടെയെല്ലാം എന്തിനാ ഈ പറയുന്ന CCTV വെച്ചിരിക്കുന്നത്? സ്വകാര്യതയാണോ പ്രശ്നം, സുതാര്യതയാണോ പ്രശ്നം? ഇലക്ഷൻ കമ്മീഷൻ്റെ മുന്നിലെ അവിടെ എന്താ നഗ്നതാ പ്രദർശനം വല്ലതും നടക്കുന്നുണ്ടോ? പോളിംഗ് ബൂത്തിൽ CCTV പുറത്തു വിട്ടാൽ 45 ദിവസം കൊണ്ട് എന്തിനാ CCTV വോട്ടിംഗ് നടന്നിട്ടുള്ള ബൂത്തിലെ ഡിലീറ്റ് ചെയ്യുന്നത്? എന്തിനാ അത് അവൈലബിൾ അല്ല എന്ന് പറയുന്നത്? എന്തിനാ? അവിടെ നഗ്നതാ പ്രദർശനം നടക്കുന്നില്ലെന്ന്. ഇന്ത്യയിലെ ഓരോ അവരുടെ വോട്ടവകാശം രേഖപ്പെടുത്താൻ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ സ്വകാര്യതയെ കവർന്നെടുക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയാം. ഇത്രയും മാന്യമല്ലാത്ത, യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഇതിന് ഈ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് അറിയാമല്ലോ. എറണാകുളം കളക്ടറായിട്ടിരുന്ന അടക്കമുള്ള ചരിത്രം, അദ്ദേഹത്തിൻ്റെ ഓരോ ചരിത്രവും ഓരോ ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി മുട്ടിലെഴയാൻ മടിയില്ലാത്ത ആളുകളെയൊക്കെ പിടിച്ച് ഈ കസേരയിലിരുത്തി കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്നത്. എടാ, ഇത് ലക്ഷോപലക്ഷം ആളുകൾ അധ്വാനിച്ച് ജീവൻ സമർപ്പിച്ചുണ്ടാക്കിയ ഒരു രാജ്യമാണ്. അങ്ങനെയുള്ളൊരു രാജ്യത്ത് ലോകത്തിൻ്റെ നെറുകയിൽ എക്കാലവും മാനമുയർത്തി നിന്നിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സംവിധാനമാണ് ഈ വോട്ടിംഗ് സമ്പ്രദായവും ജനാധിപത്യ ക്രമവും. അങ്ങനെയുള്ളൊരു ജനാധിപത്യ ക്രമത്തെ തകർത്തുകൊണ്ട് ഇത്രയും നികൃഷ്ടമായി, നീചമായി അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചതിന് ശേഷം അത് പാർട്ടിയാണ്, ഞങ്ങൾ സുതാര്യമാണ്, BJP എന്ന് പറഞ്ഞാൽ ദേശസ്നേഹികൾ. എന്ത് ദേശസ്നേഹം? എന്ത് ദേശസ്നേഹം? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ നോട്ട് നിരോധനം തൊട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ എടുക്ക്. ശരി, ഓക്കെ. ഈ ആധാർ കാർഡിന്റെ കാര്യം എടുക്ക്. ശരി, അങ്ങനെ ധാരാളം വിഷയങ്ങൾ, പക്ഷേ നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വരുന്നു ഡോക്ടർ മോഹൻ വർഗീസ്. ഇവിടെ ഇപ്പോൾ BJPയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിരോധിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി ഉണ്ട്. ഇന്ന് ഈ CSDS-ന്റെ വ്യക്തിയുടെ ട്വീറ്റൊക്കെ വലിയ തോതിൽ BJPയുടെ IT സെല്ലാണ് പ്രചരിപ്പിക്കുന്നതും മറ്റുമൊക്കെ. പക്ഷെ രാഹുൽ ഗാന്ധി, ഞാൻ നേരത്തെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു, അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഉന്നയിച്ച വിഷയം അത് കോൺസ്റ്റിറ്റ്യൂഷൻ അപകടത്തിലാണ് എന്നുള്ളതായിരുന്നു. സംവരണമടക്കം പ്രതിസന്ധിയിലാകും, ഒരുപക്ഷെ നമ്മുടെ ഭരണഘടന തിരുത്തെഴുതാൻ സാധ്യതയുണ്ട് തുടങ്ങിയ വാദങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ അത് ഹിന്ദി ബെൽറ്റിൽ, പ്രത്യേകിച്ച് അത് ഉത്തർപ്രദേശിൽ, അതുപോലെ തന്നെ രാജസ്ഥാൻ അടക്കമുള്ള ഇടങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിലും ദളിത് വിഭാഗങ്ങൾക്കിടയിലും ഒരു ചലനം ഉണ്ടാക്കി എന്നുള്ളത് നമ്മുടെ സമീപകാല രാഷ്ട്രീയ ചരിത്രമാണ്. സമാനമായ വിധത്തിലൊരു മൊബിലൈസേഷന് ഈ വിഷയം കാരണമാവുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ആ സംവിധാൻ പോലെയുള്ള ഒരു വിഷയമായി വോട്ട് വരുന്നുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? ഇത് രണ്ടും സമാനമായ സംഭവങ്ങൾ തന്നെയാണ്, സമാനമായ പ്രവണതകൾ തന്നെയാണ്. സംവിധാൻ അല്ലെങ്കിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതാ ഇവിടെ
ന്യൂനപക്ഷങ്ങളുടെ, മാർജിനലൈസ്ഡ് വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങൾ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഹരിക്കപ്പെടും എന്ന ഒരു നറേറ്റീവ് കൊടുത്തു. അതിൻ്റെ കൂടെ പ്രയോജനമാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ച 240ഓളം സീറ്റുകളുടെ ഒരു റിസൾട്ട്. തീർച്ചയായും സമാനമായ അതുണ്ടാക്കിയ ഒരു ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി വാസ് ഓൾ ടൈം ഹൈ. അതായത് ഇന്ത്യ മുന്നണി പൊളിറ്റിക്കലി പീക്ക് ചെയ്തതും എല്ലാ വൈജാത്യങ്ങളും പടലപിണക്കങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഈ ഇടത്തടിച്ചു നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളും മമതാ ബാനർജിയും എല്ലാം കൂടി ഒത്തൊരുമയോടുകൂടി തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്തത്. അതിനുശേഷം 4 പാടും ചിതറുന്ന ഇന്ത്യ മുന്നണിയെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ആ വൈരുദ്ധ്യങ്ങൾ പുറത്തു വരികയാണ്. ഒരിക്കൽ കൂടി തങ്ങളുടെ എല്ലാം ആം ആദ്മി പാർട്ടിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും DMKയുടെയും എല്ലാം തന്നെ അസ്തിത്വം ചോദ്യം ചെയ്യത്തക്ക രീതിയിൽ തെരഞ്ഞെടുപ്പ് ക്രമം അട്ടിമറിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ഈ പാർട്ടികൾക്കെല്ലാം ഉണ്ടായി. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി ദൃഢമായിക്കൊണ്ടിരിക്കുകയാണ്. വോട്ട് അധികാർ യാത്രയിൽ ലഭിക്കുന്ന ജനപങ്കാളിത്തം അവിടെ അത് ബീഹാറിലാണ് തുടങ്ങിയത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇതിനെ ഒരു സ്നോബോളിംഗ് ഇഫക്റ്റായി കണ്ടുകൊണ്ട് ഒരു പാൻ ഇന്ത്യ ലെവലിൽ ഒരു റെസിസ്റ്റൻസ്. പക്ഷെ ഉടനെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ വരുന്നില്ല എന്നോർക്കണം. സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുപ്പ് വരും. ബീഹാർ ഒരു ടെസ്റ്റ് ഡോസ് ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നൊരു കാര്യമാണ്. ഇവിടെയാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ഒരു ലാർജർ പിക്ചർ. ഈ ലാർജർ പിക്ചറിനെ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് ചെറിയ CSDSന്റെ 2 മണ്ഡലങ്ങളുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ അതിൽ തെറ്റിപ്പോയി എന്ന് പറയുന്നത് എത്രത്തോളം ടെനബിൾ ആണെന്നറിയില്ല. അതുപോലെ രാഹുൽ ഗാന്ധി ഒരു മണ്ഡലത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അത് ഞങ്ങളുടെ സാമ്പിളാണ്, ബാംഗ്ലൂർ സെൻട്രൽ കോൺസ്റ്റിറ്റ്യുവൻസി, അതിനുള്ളിലെ ഒരു നിയമസഭാ സെഗ്മെന്റായ മഹാദേവപുരം, ഇതെടുത്തിട്ട് ഒരു ഇൻഡക്റ്റീവ് മെത്തേഡ് ഉപയോഗിച്ച് ഇവിടെ ഇതാകെ പിഴച്ചിരിക്കുന്നു, അതുകൊണ്ട് രാജ്യമാസകലം തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു മെത്തേഡിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഭരണപ്രതിപക്ഷ ഭേദമന്യേ സംവിധാൻ അല്ലെങ്കിൽ ഘടനകൾ, ക്രമങ്ങൾ തകരാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് രാഹുൽ ഗാന്ധി ഗയയിലെ ഒരു പ്രസ്താവന വളരെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഭരണകക്ഷി ഇത് ചെയ്യുന്നു, നാളെ ഒരുപക്ഷെ ഞങ്ങൾ അധികാരത്തിൽ വന്നേക്കാം, നാളെ ഇതിനെല്ലാം തന്നെ കണക്ക് പറയേണ്ടി വരും. ഇതൊരു തരം വെൻഡേറ്റ ആണ്, പൊളിറ്റിക്കൽ വെൻഡേറ്റ. പകപോക്കൽ എന്ന കൃത്യമായ അർത്ഥത്തിലല്ല. എന്നിരുന്നാലും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളൂ എന്ന് പറയുമ്പോൾ ഒരു തരം താക്കീതാണ്, ഒരു തരം ത്രട്ടണിംഗ് ആണ്. ഇതും ഒരുപക്ഷെ ജനാധിപത്യത്തിന് അത്ര അഭിലഷണീയമായ കാര്യമല്ല, ഉദാത്തമായ മാതൃക. അതായത് ഈ വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ വിത്തുകൾ വിതച്ച് അത് കൊയ്യാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് എങ്കിൽ തീർച്ചയായും മറ്റൊരു മുഖം കാട്ടിക്കൊടുക്കുക, അത് നിയമത്തിന്റെ മുമ്പിൽ, നിയമപീഠത്തിന്റെ മുന്നിൽ വരിക, സുപ്രീം കോടതിയെ വിശ്വസിക്കുക. കാരണം ഒരു സംവിധാനം എന്ന ഭരണഘടന മാത്രമല്ല, ഒരു സ്ട്രക്ചർ നിലനിൽക്കണമെങ്കിൽ ആത്യന്തികമായ നീതിപീഠത്തിലും നിയമവാഴ്ചയിലും വിശ്വാസം അർപ്പിച്ചെങ്കിലേ പറ്റൂ. ജുഡീഷ്യറി കൂടി കോംപ്രമൈസ്ഡ് ആയി, പ്രത്യേകിച്ച് സുപ്രീം കോടതി കോംപ്രമൈസ്ഡ് ആയി എന്ന് വിശ്വസിച്ചാൽ ഈ സ്ട്രക്ചർ പൂർണ്ണമായും തകരും, രാജ്യം തകരും. അതുകൊണ്ട് ആ രീതിയിലേക്കുള്ള അവിശ്വാസം പ്രതിപക്ഷം ഉപേക്ഷിച്ചതിന് ശേഷം കോടതിയിൽ പരമാവധി കാര്യങ്ങൾ കോടതിയിൽ എത്തിക്കുകയും അതേസമയം സമാന്തരമായി ഇപ്പോൾ ചെയ്യുന്നത് പോലെ ജനകീയ കോടതിയിലേക്ക് വിഷയം എത്തിക്കുകയും ചെയ്യുന്ന ഒരു ട്വിൻ ട്രാക്ക് പോളിസി ആയിരിക്കാം ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് അഭികാമ്യം. ആ ശബ്ദങ്ങൾ കേട്ടില്ല എന്ന് നടിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ആകട്ടെ, BJP ആകട്ടെ, അഭികാമ്യമായ ഒരു കാര്യമല്ല ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്തായാലും വലിയ രാഷ്ട്രീയ ചലനങ്ങൾ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബീഹാർ അതിന്റെ വേദിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.